കേരളമൊട്ടാകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും പുനലൂർ ഇടതുകോട്ടയെന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അജയപ്രസാദ് പുനലൂർ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഇനി ഏതാണ്ട് ഒരു റൗണ്ട് മാത്രമാണ് വോട്ടെണ്ണാൻ അവശേഷിക്കുന്നത്. ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 22,500-ലധികം വോട്ടുകളുടെ വലിയ ലീഡ് അജയപ്രസാദിനുണ്ട്. ഏതാണ്ട് ഒരു പക്ഷേ 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അജയപ്രസാദ് വിജയിക്കും. അതേറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് പറയാം, ഇടതുമുന്നണി പുനലൂരിൽ ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി, കാരണം ഇതൊരു UDF തരംഗം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അവിടെ 1,00,000-ഓളം ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. ഈ അവസരത്തിൽ അജയപ്രസാദ് പുനലൂരിൻ്റെ ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തുന്നു. റോഡ് ഷോ പുനലൂരിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, കാരണം കൊല്ലം ജില്ലയിലാകെ UDF തരംഗം ആഞ്ഞടിക്കുമ്പോഴും കൊട്ടാരക്കരയിലടക്കം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോഴും പുനലൂർ നിയോജക മണ്ഡലം ഇടതുമുന്നണിയെ സംബന്ധിച്ച്, CPIയെ സംബന്ധിച്ച് കുത്തകയാണ്, കോട്ടയാണ്, ഇടതുകോട്ടയാണ് പുനലൂർ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അജയപ്രസാദ് ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം പറയാം. അജയപ്രസാദ് MLA എന്ന നിസ്സംശയം നമുക്ക് പറയാം.